ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തേത് ഒരു ചെറിയ ഫംഗ്ഷൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഞങ്ങളുടെ എല്ലാവരും കൂടി ചേർന്ന് നമ്മൾ ഭയങ്കര സന്തോഷമായിട്ട് എന്നുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇത്ര പെട്ടെന്നാണല്ലേ ദിവസങ്ങളൊക്കെ മാറിപ്പോകുന്നത്. അപ്പോൾ ഞാൻ ആ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അതിനോട്ട് വന്ന് നോക്കുകയാണ്. അപ്പോൾ അതിനോട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഇന്നത്തെ വിശേഷം എന്താണ്? അതെ, അപ്പോൾ ഇന്ന് അനന്തുവിൻ്റെയും മാർഷയുടെയും കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം തികഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് അവരുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഇതാ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത്ര പെട്ടെന്നാണല്ലേ സമയമൊക്കെ പോകുന്നത്. ഇതാ ഒരു വർഷം ഇതാന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയി. അപ്പോൾ ഈ അനന്തുവിൻ്റെ കല്യാണ സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ് 3-ാമത്തെ ദിവസമായിരുന്നു അനന്തുവിൻ്റെ കല്യാണം. ഇപ്പോൾ അതാ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് നമ്മുടെ കയ്യിലും ആയിട്ടുണ്ട്. അനന്തുവിൻ്റെ ജൂനിയർ വരാറും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സമയമൊക്കെ പെട്ടെന്ന് കടന്നു പോവുകയാണെന്നേ. അങ്ങനെ ഇതാ അടുത്തത് ഗിഫ്റ്റ് എക്സ്ചേഞ്ചിലോട്ട് കടന്നിട്ടുണ്ട് ഇവർ. അപ്പോൾ ഈ രണ്ട് ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് രണ്ടുപേർക്ക് സർപ്രൈസ് ആയിരുന്നു. രണ്ടുപേരും പരസ്പരം അറിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. അനന്തുവിനുള്ള ഈ ഒരു ബോക്സ് രാവിലെ മുതൽ ഞങ്ങളുടെ വീട്ടിലായിരുന്നു ഇരുന്നത്. സമയമായപ്പോഴാണ് ഇത് അങ്ങോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഇതൊക്കെയാണ് അനന്തുവിന് ആർഷ കൊടുത്തത് കേട്ടോ. അത് കഴിഞ്ഞ് ആർഷയുടെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യായിരുന്നു. അപ്പോൾ അത് ആർഷയ്ക്ക് അനന്ത് കൊടുത്തൊരു ഡയമണ്ട് ചെയിനായിരുന്നു. ആർഷ ഭയങ്കര ഹാപ്പി ആയി കേട്ടോ. കുറച്ച് ഇമോഷണലൊക്കെ ആയി ആ സമയത്ത് അവൾ. അപ്പോൾ ആ സുന്ദര നിമിഷത്തിൽ അനന്ത് ഒന്നുകൂടി ആർഷയെ മാല ചാർത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിറകിൽ പെട്ടെന്ന് തന്നെ അതുല്യ വന്നിട്ട് നാത്തൂനായിട്ടൊന്ന് മുടിയൊക്കെ പിടിച്ച് മാറ്റി. പിന്നെ പരസ്പരം ഉമ്മയൊക്കെ കൊടുത്തു. അങ്ങനെ അവരുടെ അടുത്ത ബാക്കിയുള്ള ഗിഫ്റ്റുകളൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് മാള് കൊടുത്ത ഗിഫ്റ്റ്. അതായത് നമ്മൾ കസിൻസ് എല്ലാവരും കൂടി ചേർന്നിട്ടുള്ളൊരു ഫ്രെയിമാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൾ ഒരുപാട് ഇങ്ങനെ നോക്കി ഇരുന്ന് ചെയ്ത സംഭവമായിരുന്നു. അതാണ് ഞാൻ കൊടുത്ത ഗിഫ്റ്റ്. അതായത് ഇവർ മണാലി പോയപ്പോൾ ഉള്ള ഒരു ഫ്രെയിമായിരുന്നു. ഈ ഫ്രെയിം അവരുടെ കയ്യിൽ ഇല്ലായിരുന്നു കേട്ടോ. അതാണ് ഞാൻ ഇതിനെ സെലക്ട് ചെയ്ത് കൊടുത്തത്. പിന്നെ ഇതാ ഈ ഒരു ഫ്രെയിമായിരുന്നു കേട്ടോ. നമ്മുടെ കിച്ച കൊടുത്ത നമ്മുടെ കൃഷ്ണൻ്റെ രാധയുടെ നല്ല സീക്വൻസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഫ്രെയിമായിരുന്നു. അതും അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വെഡിങ് ആനിവേഴ്സറി ആയിട്ട് കല്യാണ ഫോട്ടോ ഇല്ലാതെ എന്താ ആഘോഷമല്ലേ. അതെ, അങ്ങനെ അവർക്ക് അവരുടെ കല്യാണ ഫോട്ടോയുടെ ഒരു ഫ്രെയിമും കിട്ടിയിട്ടുണ്ട്. അത് കൊടുത്തത് നമ്മുടെ ആർച്ചയാണ് കേട്ടോ. നമ്മുടെ ആർഷയുടെ ട്വിൻ സിസ്റ്റർ ആയിട്ടുള്ള ആർച്ച. പിന്നെ അടുത്തത് നമ്മുടെ അയനൂട്ടനാണ് കേട്ടോ. അയനൂട്ടൻ്റെ അച്ഛനും അമ്മയും കൂടെ നമ്മുടെ ആർഷയ്ക്ക് അനന്തനും കൂടി ഡ്രസ്സാണ് കൊടുത്തത്. അപ്പോൾ അതിനകത്ത് ഇടയ്ക്കും എന്തൊക്കെയോ വലിയ ഡയലോഗുകളൊക്കെ പറയുന്നുണ്ട്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി മാമി എന്നൊക്കെ പറഞ്ഞ് പൊട്ടിച്ച് നോക്കാന്നൊക്കെ പറഞ്ഞ് അവർക്ക് ആകെപ്പാടൊരു നള്ളിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് വെപ്രാളം ഫോട്ടോ എടുക്കട്ടെ എന്നായിരുന്നു. പിന്നെ ഇതാ ഹാർട്ടിനകത്തൊരു ഫോട്ടോ വരുന്നതാണ് കേട്ടോ നമ്മുടെ അച്ചൂട്ടി കൊടുത്തത് അവർക്ക്. അത് നല്ല. അപ്പോൾ ബാക്കി വീഡിയോസൊക്കെ ഞാൻ എടുത്തതാണ്. പക്ഷേ അത് വീഡിയോ സേവ് ആയില്ല എന്നുള്ള കാര്യം ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഗൈസ് തിരിച്ചറിഞ്ഞത്. അപ്പോൾ ഇതാ ഈ ഒരു നോട്ടത്തിലൂടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. ബൈ.